മനാഫിന് നീതി തേടിയുള്ള 3 പതിറ്റാണ്ട് കാലത്തെ ഒരു കുടുംബത്തിന്റെ പോരാട്ടം, ആ പോരാട്ടം വിജയിച്ചിരിക്കുന്നു. ഒതായി മനാഫിന് നീതി ലഭിച്ചിരിക്കുന്നു. കേസിൽ കോടതി നാളെ വിധി പറയും. ഒതായി മനാഫ് കൊള്ളക്കേസിൽ 1-ാം പ്രതിയായി മാലങ്ങാടൻ ഷഫീഖ് കുറ്റക്കാരനാണെന്ന് ഇന്ന് കോടതി വിധിച്ചിരിക്കുന്നു. 1995 ഏപ്രിൽ 13-നാണ് മനാഫ് അതിക്രൂരമായി കൊല്ലപ്പെടുന്നത്. ഒതായി അങ്ങാടിയിൽ വെച്ച് പകൽ മനാഫിനെ വെട്ടിക്കൊല്ലുകയായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന മനാഫിനെ അടിച്ചും കുത്തിയുമാണ് കൊലപ്പെടുത്തിയത്. പിതാവ് ആലിക്കുട്ടിയുടെ കൺമുന്നിലാണ് മനാഫ് കൊല്ലപ്പെട്ടതെന്നാണ് ഏറെ ദാരുണമായ സംഭവം. അൻവറിന്റെ മുൻ MLA ആയ PV അൻവറിന്റെ സഹോദരിയുടെ മകനാണ് ശിക്ഷിക്കപ്പെട്ട ഷഫീഖ്. ബാക്കി കേസുമായി ബന്ധപ്പെട്ട് 4 പേരുണ്ടായിരുന്നു. അതിൽ ഈ 1-ാം പ്രതി ഒഴിച്ച് ബാക്കി 3 പേരെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു. മുൻ MLA PV അൻവർ ഉൾപ്പെടെ 26 പേരാണ് ഈ കേസിന്റെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. പ്രധാന സാക്ഷികൾ കൂറുമാറിയതോടെ കേസിൽ 21 പേരെയാണ് വെറുതെ വിട്ടിരുന്നത്. അന്ന് ഒളിവിലുണ്ടായിരുന്ന 4 പേരെ കോവിഡ് കാലത്താണ് അന്വേഷണ സംഘം പിടികൂടുന്നത്. അങ്ങനെ 3 പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് മനാഫിന് നീതി കിട്ടുന്നത്. 1-ാം പ്രതി മാലക്കാടൻ ഷഫീഖ് കുറ്റക്കാരനെന്ന് ഇന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ഷഫീഖ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2, 3, 4 പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കണ്ട് അവരെ വിട്ടയച്ചിട്ടുണ്ട്. ശിക്ഷ കോടതി നാളെ പറയും. കേസ് നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് 30 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. 30 വർഷം പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി കുടുംബം നടത്തിയ ഒരു സമാനതകളില്ലാത്ത പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഒരു പ്രതിക്ക് ശിക്ഷ കിട്ടി. ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അവർക്കെതിരെ തെളിവില്ലെന്ന് കണ്ടിട്ടാണ് കോടതി വെറുതെ വിട്ടിട്ടുള്ളത്. അതിൽ 2-ാം പ്രതിയെ വെറുതെ വിട്ട വിധിക്കെതിരെ കുടുംബം അപ്പീൽ ബോധിപ്പിക്കും. പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ വാക്കുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ. അദ്ദേഹം പറഞ്ഞതുപോലെ 30, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 30 വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു ക്രൂര കൊലപാതകത്തിലാണ് ഇപ്പോൾ ഇതാ വിധി വരുന്നത്. നാളെ അറിയാം ആ 1-ാം പ്രതിയുടെ വിധി അത് എന്താകുമെന്നുള്ളത്. 1-ാം പ്രതി മാലങ്ങാടൻ ഷഫീഖിന് പുറമെ കേസിലെ ബാക്കി 3 പ്രതികളെയാണ് ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. കൊലക്കുറ്റം തെളിഞ്ഞെന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. 3-ാം പ്രതി മാലങ്ങാടൻ ഷെരീഫ്, 17-ാം പ്രതി നിലമ്പൂർ സ്വദേശി മുനീബ്, 19-ാം പ്രതി എളമരം സ്വദേശി കബീർ എന്ന ജാബിർ എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. 25 വർഷം ഈ കേസിലെ 4 പ്രതികളും ഒളിവിലായിരുന്നതെന്നാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. നേരത്തെ കേസിൽ 21 പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. കേസിൽ 2-ാം പ്രതിയായ PV അൻവർ അടക്കമുള്ള 21 പ്രതികളെയായിരുന്നു നേരത്തെ കോടതി വെറുതെ വിട്ടത്. മനാഫിന്റെ സഹോദരൻ അബ്ദുൾ റസാഖ് നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ പ്രതികളെല്ലാവരും പിടിയിലാവുന്നത്. മനാഫിന്റെ അച്ഛന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. 30 വർഷക്കാലമായി ഞങ്ങൾ ഈ പോരാട്ടം തുടങ്ങിയിട്ട് അതിൽ ആദ്യത്തെ 26 സാക്ഷികളിൽ ആദ്യം 21ഓളം സാക്ഷികളെ വെറുതെ വിട്ടു. ആ കേസ് വെറുതെ വിടാനുള്ള പല കാരണങ്ങളുണ്ട്. സാക്ഷികൾ കൂറുമാറിയെന്ന് മാത്രമല്ല, അന്നത്തെ പ്രോസിക്യൂഷൻ ഞങ്ങളെ ശരിക്കും വഞ്ചിക്കുകയാണ് ചെയ്തതെന്നൊരു ആരോപണം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ പല വേദിയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കേസ് നടത്തി പരിചയമില്ലാത്തൊരു കുടുംബം എന്നുള്ളതിൽ ഒരു കാര്യത്തിലും ആരുമായിട്ടും ഒരു വഴക്കിനോ വക്കാണത്തിനോ പോകാത്തൊരു കുടുംബം എന്നുള്ളതിൽ കേസുകളും കോടതികളൊക്കെ ഞങ്ങൾക്ക് പരിചിതമല്ലാത്തതിനാൽ ഞങ്ങൾ അഡ്വക്കേറ്റിനെ വിശ്വസിച്ചു അന്ന് ആ കേസ് അങ്ങനെ വെറുതെ വിട്ടു. എന്നിരുന്നാലും ഞങ്ങൾ നിരാശരായില്ല. ബാക്കിയുള്ള ഈ ഒളിവിൽ പോയ 10-25 വർഷക്കാലത്തോളം ദുബായിലും മറ്റുമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഈ 4 പ്രതികളെ അവരെ
ഈ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതിലും കോടതിയിൽ എത്തിക്കുന്നതിലും ഒക്കെ ഞങ്ങൾ വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയും മറ്റ് വിചാരണ കോടതിയും മറ്റുള്ള കോടതികളൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ ഈ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ വിധിയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇത്രയെങ്കിലും മറ്റ് പ്രതികളെ വെറുതെ വിട്ട കാര്യത്തിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷനൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കേസിൽ വെറുതെ വിട്ട 3 പ്രതികളെയും ഞങ്ങൾ അപ്പീൽ നൽകും എന്ന് തന്നെയാണ്. ഇനിയും അക്കാര്യത്തിൽ ഞങ്ങൾ ആദ്യത്തെ കേസിൽ ഞങ്ങൾ അസംതൃപ്തരാണെങ്കിലും അവരെ ഹൈക്കോടതിയിൽ നിന്ന് ശിക്ഷിപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ കുടുംബം എന്നുള്ളതിൽ ഞങ്ങൾ നടത്തും. എന്തായാലും ഒന്നാം സാക്ഷി കൂറുമാറിയതോടുകൂടിയാണ് PV അൻവർ, മുൻ MLA ആയ PV അൻവർ അടക്കമുള്ള 21 പേരെ കോടതി കുറ്റവിമുക്തനാക്കിയത്. എന്നാൽ ആ നടപടിക്കെതിരെ ഇപ്പോഴത്തെ മനാഫിന്റെ സഹോദരൻ വീണ്ടും ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ആ ഹർജി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇനി അറിയാനുള്ളത് മാലങ്ങാടൻ ഷഫീഖിന്റെ വിധി എന്താകും. കാത്തിരിക്കാം നാളെ വരെ.